ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നോമ്പ് പണീൻ്റെയൊക്കെ തിരക്കിലേക്കാറല്ലേ. ചില ആൾക്കാരുടെയൊക്കെ നോമ്പ് പണി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നോമ്പ് പണിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇന്നാണ് നോമ്പ് പണിയൊക്കെ എടുക്കുന്നത്. ഇത് ഞാൻ ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞായറാഴ്ച മക്കളൊക്കെ വീട്ടിലുണ്ടല്ലോ, അപ്പം നമുക്ക് നോമ്പ് പണി എടുക്കാമെന്നും പറഞ്ഞിട്ട് രാവിലെ തന്നെ നോമ്പ് പണി എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ. പിന്നെ ഇതിൻ്റെ തലേ ദിവസം നമ്മൾ ബറാത്ത് നോമ്പേനി. അപ്പോൾ നോമ്പ് തുറക്ക് പിന്നെ ഞാൻ നൂൽപുട്ടും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിനി. അപ്പോൾ അതൊക്കെ ബാക്കി ഉണ്ടായിന് കേട്ടോ രാവിലേക്കൊക്കെ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ രാവിലെ വേഗം മുറ്റടിച്ചു വാരി, പിന്നെ ഇതിൻ്റെ തലേ ദിവസം നോമ്പായതുകൊണ്ട് പിന്നെ വൈകുന്നേരമാണ് നനക്കലൊക്കെ, തെങ്ങൊക്കെ നനക്കൽ. അപ്പോൾ ഇന്നലെ നനച്ചിട്ടൊന്നുമില്ല ഇനി. അപ്പോൾ രാവിലെ ഇതാ ഞാൻ തെങ്ങൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. രാവിലെ ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കുമ്പോഴേ നമുക്കൊരു വ്യായാമമാണ്, തടിക്കനൊരു ഉഷാറാട്ടോ. അങ്ങനെ വെള്ളമൊക്കെ കോരുമ്പോഴേ അങ്ങനെ നനക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ വന്നിട്ട് പിന്നെ അടുപ്പ് കത്തിക്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വലിയ കാലം തന്നെ അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഇന്ന് നമ്മളെ മദ്രസത്തെ ഉസ്താദുമാർക്ക് ഫുഡ് കൊടുക്കേണ്ട ദിവസം കൂടിയാണ് കേട്ടോ. ഉസ്താദുമാർക്കുള്ള ചിലവ് ദിവസമല്ല, പിന്നെ കുട്ടികളോട് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉസ്താദുമാരെന്തോ ഒരു പരിപാടി ഉണ്ട് നമ്മൾ മദ്രസയിൽ നടക്കണം. അപ്പം എല്ലാ വീട്ടിൽ നിന്നും ഓരോ പൊതി ചോറ് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ടേനി കേട്ടോ. അപ്പോൾ ഞാൻ 3 പൊതി ചോറ് കൊടുത്തയക്കാമെന്ന് പറഞ്ഞിനി. അപ്പോൾ അങ്ങനെ ഒരുക്കുള്ള ചോറും വേണം ഉണ്ടാക്കുക. പിന്നെ നമ്മൾ നോമ്പും പണി എടുക്കണം. അപ്പോൾ ഞാൻ വേഗം ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ച്, പിന്നെ അതാ തലേ ദിവസം ഉണ്ടാക്കിയ നൂൽപുട്ടാണ് കേട്ടോ. ഇത് ഒരു കുഴപ്പമില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ട്. ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ. നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കിയതല്ലേ, നോമ്പ് തുറക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കിയതാണ്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഉണ്ണിയപ്പം ഒക്കെ ഉണ്ട്. അതേപോലെ നെയ്യപ്പം അമ്മ കൊടുത്തയച്ചതേനും. അപ്പോൾ അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾ വീട്ടിലുള്ള ദിവസം കൂടിയല്ലേ, നോമ്പ് പണിയൊക്കെ എടുക്കുമ്പോൾ ഫുഡ് കഴിക്കാനുള്ളത് ആദ്യം ഉണ്ടാക്കി വെക്കണം, എന്നിട്ട് വേണം പണിക്ക് നിൽക്കാൻ. പിന്നെ ചിക്കൻ കറി ഉണ്ട്. അപ്പോൾ എൻ്റെ റിച്ച് മോൻ ഇങ്ങനെ ഉണ്ണിയപ്പം നെയ്യപ്പൊക്കെ ഉണ്ടെങ്കിൽ ചിക്കൻ കറി ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടമാട്ടോ. ചിക്കൻ കറിയും കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ചോറിന് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനൊരു വലിയ പാത്രത്തേക്ക് ഈ അരി കഴുകണ വെള്ളം എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാ വെച്ചാൽ ഇങ്ങനെ ഈ വേനൽക്കാലം ആകുമ്പോഴേ നമ്മൾ എത്രയോ വെള്ളം നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയെങ്കിൽ, അപ്പോൾ നമ്മളെ തെങ്ങിനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പച്ചക്കറികളൊക്കെ നമ്മൾ കുഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനോ അല്ലെങ്കിൽ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അവരൊക്കെ ദാഹിച്ച് വലിഞ്ഞ് നിൽക്കുന്ന ടൈമാണല്ലോ. പിന്നെ ആദ്യമൊക്കെ ഞാനും ഇതേപോലെ വേനൽക്കാലം ആയാൽ ഒരു ബേസ് വെച്ചിട്ട് അയക്കാണ് കേട്ടോ പിന്നെ പാത്രം കഴുകുന്ന വെള്ളമൊക്കെ ആക്കൽ. എന്നിട്ട് അത് ഇതേപോലെ പയറോ അല്ലെങ്കിൽ വെണ്ടയ്ക്ക എന്തെങ്കിലുമൊക്കെ കുഴിച്ചിട്ട് ഉണ്ടാവും. അപ്പോൾ അതിന് കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് ആദ്യമൊക്കെ കാട്ടിയത്. ഇപ്പോൾ പിന്നെ അർജൻറ്റിലാണ് പാത്രം കഴുകലൊക്കെ. അപ്പോൾ വെള്ളം കൊണ്ടുപോയി ഒഴിക്കാനൊന്നും ചിലപ്പോൾ ടൈം ഉണ്ടാവില്ല. ഇന്നിപ്പോൾ ഞായറാഴ്ച അല്ലേ, ഇന്നിപ്പോൾ നമുക്ക് എങ്ങോട്ട് പോകുമൊന്നും വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ തട്ടിപ്പടഞ്ഞ് പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ആക്കം പോലെ എടുത്താൽ മതി. അപ്പോൾ ഇതാ ചോറിനുള്ള അരിയൊക്കെ ഞാൻ കഴുകി ആ വെള്ളം ഒരു ചെമ്പൊക്കെ ആക്കി കൊടുത്തു. പിന്നെ തിളച്ച വെള്ളം കൊണ്ടൊന്നും കൂടെ കഴുകിയിട്ട് അരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഉസ്താദുമാർക്ക് ഫുഡ് കൊടുക്കുകയാണെന്ന് വിചാരിച്ചിട്ട് സ്പെഷ്യലൊന്നുമില്ല കേട്ടോ. സാധാ ചോറും കൂട്ടാനാണ്, നാടൻ ചോറും കൂട്ടാനും തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഉസ്താദ് പറഞ്ഞേനി നിങ്ങൾ വീട്ടിൽ എന്താണോ ഉണ്ടാക്കണത് അത് മതി, അല്ലാതെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ കഴിയുകയാണെങ്കിൽ നമുക്ക് സ്പെഷ്യലൊക്കെ കൊടുക്കാം. അപ്പോൾ ഇന്നിപ്പം നമുക്ക് എന്താ മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്, ചിക്കനും ബീഫൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് നാടൻ ചോറും കൂട്ടാനും ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അരിയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ഇതവിടെ കടന്നിട്ട് അങ്ങനെ വെന്തോളും. അപ്പോൾ അരി കഴുകിയ വെള്ളം ഞാൻ തെങ്ങിന് കൊണ്ടുപോയി ഒഴിച്ചു കൊടുത്തു. പിന്നെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചതാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളെ നൂൽപുട്ട് ഇതാ ഞാനൊരു പ്ലേറ്റിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 നൂൽപുട്ടും പിന്നെ നമ്മൾ ഇന്നലെ തേങ്ങയൊക്കെ വറുത്തരച്ച് ചിക്കൻ കറി ഉണ്ടാക്കിന് ആ ഒരു ചിക്കൻ കറിയൊക്കെ ഇതിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ചായ കുടിക്കലില്ല കേട്ടോ. ഇന്നിപ്പോൾ പാൽ ചായ ആയതുകൊണ്ട് കുടിക്കാനൊരു പൂതി. അപ്പോൾ അങ്ങനെ ചായയൊക്കെ എടുത്ത് ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു. പിന്നെ തലേ ദിവസത്തെ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് പിന്നെ പിറ്റേ ദിവസത്തെ നമുക്ക്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായിനി ഫ്രിഡ്ജിൽ, അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. സാമ്പാറിനുള്ള പരിപ്പ് കുക്കറിൽ വേവിക്കാനും വെച്ചിട്ടുണ്ടേനി. പിന്നെ അതേപോലെ ക്യാബേജ് ഉണ്ടായിനി ഉപ്പേരി വെക്കാൻ. അപ്പോൾ അത് ഇതാ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള അരപ്പും റെഡിയാക്കി എടുക്കാണ് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ ചിരകി വെച്ചിനി. അതേപോലെ അതിലേക്ക് കാന്താരിമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ചതച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചോറ് വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇനി വേഗം ഉപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ ചോറൊക്കെ ഊറ്റിയപ്പോൾ ഞാൻ ഒരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പാനൊക്കെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് പൊട്ടിച്ചെടുത്ത് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുത്താണ്ടതാണ് നമ്മളെ ഉപ്പേരിൻ്റെ ആ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ക്യാബേജ് വയലറ്റ് കളറുള്ളതും ഉണ്ട് കേട്ടോ, വെള്ളയും രണ്ടും കൂടിയാണ്. അത് ചെറിയ പീസുള്ളൂ. നമ്മൾ സാമ്പാർ കഷ്ണം വാങ്ങൂലേ, അപ്പോൾ അതിലുണ്ടായിരുന്നതേനി കേട്ടോ.
അപ്പോൾ ഒരു ക്യാരറ്റും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഉപ്പേരി നല്ല കളർഫുള്ളായിന്. പിന്നെ വെള്ള കളറും അതുപോലെ ക്യാരറ്റിൻ്റെ കളറും പിന്നെ ഈ വയലറ്റൊക്കെ ആകുമ്പം നല്ല കളറല്ലേ. അപ്പോൾ എന്തായാലും ക്യാരറ്റ് ഇല്ലേന് കേട്ടോ. ക്യാരറ്റ് ഒന്നും ഉണ്ടേന്, അത് ഞാൻ സാമ്പാർക്ക് എടുത്തു കൊടുത്തു. പിന്നെ ഉണ്ടാക്കുന്നത് മാങ്ങ ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഒരു മാങ്ങ കിട്ടിയിട്ടുണ്ടേന്, അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇത് പിന്നെ നമ്മൾ അടുത്ത വീട്ടിലത്തെ ഒരു അച്ഛനെ കാണാൻ പോയിട്ട് ഇന്നലെ അച്ഛന് തീരെ സുഖമില്ലാതെ കിടക്കുകയാണ്. അപ്പം അവിടുത്തെ മോൻ തന്നതേന് കേട്ടോ. ഒരു പണി കഴിഞ്ഞ് വന്നപ്പോൾ ആ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാൽ തോന്നുന്നുണ്ട്. അപ്പോൾ നല്ല മാങ്ങേന് കേട്ടോ അത്. അപ്പോൾ അങ്ങനെ ആ ഒരു മാങ്ങ ഇട്ടുകൊണ്ട് ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. മാങ്ങ തൊലിയൊക്കെ കളഞ്ഞ് നുറുക്കി പിന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടേന് കേട്ടോ. നമ്മൾ ഇടികല്ലിൽ ഇട്ടുകൊണ്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് എന്നിട്ടാണ് കേട്ടോ ചമ്മന്തി അരച്ചിട്ടുള്ളത്. പിന്നെ അതിക്ക് തേങ്ങയും പിന്നെ കാന്താരി മുളകും കറിവേപ്പിൻ്റെലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടേന്, ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ടേന്. അങ്ങനെ ചമ്മന്തി ആയി. പിന്നെ സാമ്പാറും ആയിട്ടുണ്ടേന്. അങ്ങനെ സാമ്പാറും കടുകൊക്കെ വറുത്തെടുത്തു. സാമ്പാർ ഇങ്ങനെ വറവിട്ടെടുക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണല്ലേ. ആ കടുകിൻ്റെയും ഉലുവൻ്റെയും പിന്നെ സാമ്പാർ പൊടിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് ഇങ്ങനെ നല്ലോണം ഉണ്ടാവും. അപ്പോൾ കറിയൊക്കെ കടുക് വറുത്തെടുത്താണ്ട് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ സാമ്പാറും ആയി. ഇനിയിപ്പോൾ നമുക്ക് മീൻ കിട്ടണം. മീനും കൂടെ കിട്ടിയാൽ അതും കൂടെ ഫ്രൈ ചെയ്താൽ പിന്നെ കുക്കിംഗ് തീരും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ കാബേജ് തോരനും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു വേറെ പാത്രത്തിലൊക്കെ മാറ്റി കൊടുത്ത് പിന്നെ മീൻകാരൻ വന്നു, മീനും വാങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മത്തി മീനാട്ടോ ഒന്ന് കിട്ടിയത്. കുഞ്ഞു മത്തിയല്ല കേട്ടോ കിട്ടിയിരിക്കണത്, ഇന്ന് വലിയ മത്തിയാണ് കിട്ടിയിരിക്കണത്. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പോൾ അത് ഞാനിതാ ചട്ടിക്ക് ഇട്ട് കൊടുത്ത് പിന്നെ വേഗം പോയിട്ട് അതൊന്ന് നന്നാക്കി എടുത്തു. ഇപ്പോൾ കുറേ ആയിക്കണില്ലേ വലിയ മത്തിനെ കണ്ടിട്ട്. ഇപ്പോൾ കുഞ്ഞമത്തി തന്നെയാണ് അധികം കിട്ടൽ. അപ്പോൾ ഇന്ന് നല്ല വലിയ മത്തിയാട്ടോ കിട്ടിയത്. അങ്ങനെ അത് ക്ലീൻ ചെയ്ത് അതിൽ ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ച് പിന്നെ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യുന്നുണ്ട്. അടുപ്പ് ഏതായാലും ഒഴിഞ്ഞ് അടക്കണം. അടുപ്പിൽ കനലുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം മസാല പിടിക്കാൻ വേണ്ടി കുറച്ച് നേരം വെച്ചിട്ടൊന്നുമില്ല, അപ്പോൾ തന്നെ പൊരിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, രാവിലെ തന്നെ ഇത് ഉണ്ടാക്കി വെച്ചാൽ ഒരു ടെൻഷനും ഇല്ല. പിന്നെ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല. അതിപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ലേനു. അപ്പോൾ ഒരു 11:30 ആകുമ്പോഴത്തേന് അത് പൊതിഞ്ഞ് വെക്കണം എന്ന് പറഞ്ഞു കേട്ടോ റിച്ചുമോന്. ഒരു 11:30 ആകുമ്പോൾ കൊണ്ടുപോയി കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ പൊതിഞ്ഞ് കൊടുത്താൽ മതിയല്ലോ. പിന്നെ നമുക്ക് നമ്മൾ പണിയെടുക്കുകയും ചെയ്യാം. അങ്ങനെ അതാ മീനൊക്കെ 2 ഭാഗവും ഫ്രൈ ആയി വന്നിരിക്കുന്നു കേട്ടോ. അപ്പം ഇനി ചട്ടീനെ നമുക്ക് മാറ്റി കൊടുക്കാം. പിന്നെ ഈ ഒരു ചട്ടീൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ. അത് നമ്മളെ ഇൻഡസ് വാലിന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയ ചട്ടേനി അധികം വീഡിയോസിലും പറയലുണ്ട്. പിന്നെ ഇന്നലെ വീഡിയോ ഇടാത്ത എന്താണെന്നൊക്കെ ചോദിച്ച് കമൻറ്റും ഉണ്ടായിനി. അതേപോലെ വാട്സപ്പിൽ ചില കൂട്ടുകാരൊക്കെ മെസ്സേജ് അയച്ചിനി കേട്ടോ. ഇന്നലെ അനിയത്തിൻ്റെ കൂടെ ഒരു സ്ഥലം വരെ പോയിനി. അപ്പോൾ പിന്നെ വീഡിയോ ഇടാനൊന്നും പറ്റില്ല കേട്ടോ. ഓളും കുട്ടികളൊക്കെ വന്നിട്ടും ഉണ്ടായിനി. അപ്പോൾ പിന്നെ തിരക്കായിപ്പോയി. അപ്പോൾ ഇന്നലെ വീഡിയോ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇന്നലെ വരേണ്ടതാട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ ഇതാ നമ്മളെ ചോറും കറികളൊക്കെ ആയിട്ടോ. കറി ഉപ്പേരിയും മീൻ ഫ്രൈ ചെയ്തതും ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ നൂൽപുട്ടും ചിക്കൻ കറിയൊക്കെ അതും ഉണ്ട് കേട്ടോ ബാക്കി. അങ്ങനെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇനിയിപ്പോൾ നമ്മളെ നനച്ചുള്ളിപ്പണി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ആദ്യം നമുക്ക് ബെഡ്റൂമിലുള്ള കർട്ടനൊക്കെ എടുത്ത് മാറ്റുക. പിന്നെ അതേപോലെ ബെഡൊക്കെ എടുത്ത് മാറ്റുക. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കണത് 2 ബെഡ്റൂം മേലെ 2 ബെഡ്റൂമുണ്ട്. ഈ 2 ബെഡ്റൂമും പിന്നെ ബെഡ്റൂമത്തെ പണി ചെയ്യണം എന്നാട്ടോ വിചാരിക്കണത്. പിന്നെ സമയം ഇപ്പോൾ തന്നെ 10-10:30 ആയി. അപ്പോൾ ഇനിയിപ്പോൾ അധികമൊന്നും വേറെ എടുക്കാനൊന്നും ടൈം ഉണ്ടാവില്ല. ഈ 2 ബെഡ്റൂം തന്നെ ഇപ്പോൾ ഒന്ന് തീർക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്നാലും ഒക്കെ കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മളാകെ കുഴങ്ങും. പിന്നെ എന്താ പറയുക, വേദനയും വരുത്തൊക്കെ ഉണ്ടാവും. പിന്നെ അതേപോലെ ഇങ്ങനെ ഉയരത്തൊക്കെ കയറുമ്പോഴൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. ചില ആൾക്കാർ വീണ് കൈയും കാലും ഒക്കെ മുറിഞ്ഞെന്നൊക്കെ പറയുന്നത് കേൾക്കാം. ഉയരത്തൊക്കെ കയറി വിൽക്കാനൊന്നും നിൽക്കണ്ട. നമുക്ക് നോമ്പ് മണി കഴിഞ്ഞാലും വേണം നമ്മളെ കൈയും കാലും ഒക്കെ. അപ്പോൾ അത് എന്താ പറയുക, ഒടിച്ച് മുറിച്ചിട്ടിട്ട് കാര്യമില്ല. അപ്പോൾ ഞാനിതാ ആദ്യം കർട്ടണൊക്കെ ആ റൂമിൽ നിന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. കർട്ടണൊക്കെ ഒന്ന് അലക്കിയിടണം. പിന്നെ അതേപോലെ അവിടുത്തെ ബെഡും എടുത്തു. ബെഡൊന്ന് വെയിലത്ത് കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തെ റൂമും ചെയ്തത്. കർട്ടണൊക്കെ ഊരി പിന്നെ ബെഡൊക്കെ പുറത്തേക്ക് ഇട്ടു. അപ്പോൾ ഇനി കർട്ടണൊക്കെ ഒന്ന് അലക്കണം ആദ്യം. എന്നാൽ പിന്നെ നമ്മൾ റൂമത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേന് അത് ഉണങ്ങിക്കോളും. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേന് നമുക്ക് ആ റൂം സെറ്റ് ചെയ്യാം. അപ്പോൾ റൂമത്തെ 2 റൂമത്തെ പണികളും മൊത്തത്തിലായിട്ട് തീരുമല്ലോ. അപ്പോൾ ഞാനിവിടെ റൂമിലൊരു ബാത്റൂമുണ്ട്. നമ്മൾ അങ്ങനെ ഉപയോഗിക്കലില്ല, ഓത് കൊടുക്കാനൊക്കെ ഉപയോഗിക്കുന്ന റൂമാണ് കേട്ടോ. ബാത്റൂമാണ്. പിന്നെ ക്ലോസറ്റ് ഒന്നും പിടിപ്പിച്ചിട്ടില്ല ഇവിടെ. അപ്പോൾ ഞാൻ ഈ ഒരു പിന്നെ ബാത്റൂമിലിട്ടിട്ടാണ് കേട്ടോ അങ്ങനത്തെ അലക്കൽ. അപ്പോൾ ആദ്യം ലിക്വിഡൊക്കെ ഉപയോഗിച്ച് വെള്ളത്തിലിട്ടിട്ട് നല്ലോണം ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കൈകൊണ്ട് നല്ലോണം ഒന്ന് ഉരച്ചു കൊടുത്താൽ അത് കല്ലുമ്മലൊന്നും കൊണ്ടുപോയിട്ടിട്ട് അലക്കലില്ല കേട്ടോ. കർട്ടണൊന്നും ഇതിലൊക്കെ പൊടി ഉണ്ടാവുള്ളൂ. അത് നമ്മൾ നല്ലോണം അങ്ങനെ കുത്തി വരുമ്പോഴേ അങ്ങനെ പൊയ്ക്കോളും. അല്ലാതെ അങ്ങനെ വലിയ ചളിയൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ കർട്ടനാണെങ്കിൽ വലിയ കർട്ടനാണ് കേട്ടോ. നമ്മൾക്ക് നല്ല കാനാണ് നനഞ്ഞു കഴിഞ്ഞാൽ.
അപ്പോൾ ആദ്യം ലിക്വിഡ് ഉപയോഗിച്ചിട്ടുള്ള വെള്ളത്തിലിട്ട് നല്ല ഒലുക്കി കഴുകിയിട്ടുണ്ടെങ്കിൽ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നല്ല വെള്ളത്തിലിട്ടിട്ട് 2-3 പ്രാവശ്യമാക്കിയിട്ട് നല്ലോണം ഒലുമ്പിയെടുത്ത് പിന്നെ വെള്ളം ചോരാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ 2 റൂമത്തെ കർട്ടൻ തന്നെ ഉണ്ട് അത്യാവശ്യം അലക്കാൻ. പിന്നെ ഒരു റൂമിൽ തന്നെ 4 എണ്ണം ഉണ്ട്. അതും നല്ല ലെങ്ത് ഉള്ളതാണ്. മറ്റേ റൂമിലും അതേപോലെ 4 എണ്ണം. അപ്പോൾ അത് 8 കർട്ടൻ തന്നെ ഉണ്ട്. പിന്നെ അതേപോലെ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും ഒക്കെ അലക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വെള്ളം ചോർന്ന് വരുമ്പോഴത്തേന് ഇനി ചോറൊന്ന് പിന്നെ പൊതിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ച്. പിന്നെ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനിപ്പോൾ എന്തില്ലെങ്കിലും ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കും. ആരെങ്കിലും ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലയെന്ന് പറയലില്ല. എനിക്ക് എത്ര ഒഴിവില്ലെങ്കിലും ഉള്ള ഒഴിവിനനുസരിച്ചിട്ട് നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെയൊക്കെ നല്ല അടിപൊളിയാക്കാൻ നോക്കലുണ്ട് കേട്ടോ. അപ്പോൾ ആ ചോറൊക്കെ ഞാൻ വാഴയിലയിൽ വിളമ്പിയിട്ടുണ്ട്. അതേപോലെ ഉപ്പേരി ഇട്ട് കൊടുത്തു. പിന്നെ അതേപോലെ തേങ്ങയും മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തിയും പിന്നെ മീൻ ഫ്രൈ ചെയ്തതും അതേപോലെ തന്നെ ചേനച്ചാറുണ്ടായിന് അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. സാമ്പാർ ഇനി നമുക്ക് ഒരു പാത്രത്തിലാക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ഈ കൊഴിച്ചു കൊടുത്താലേ ചിലപ്പോൾ ആകെ ഒലിച്ചിട്ട് വൃത്തികേടാവും. അപ്പോൾ പിന്നെ ഒരു ബോട്ടിലാക്കിയിട്ട് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഇല ഒന്ന് പൊട്ടിയും ചെയ്തിന്. പിന്നെ അതിൻ്റെ മേലെ ഞാൻ വേറൊരു ഇല വെച്ച് കൊടുത്ത്. ചെറിയൊരു പൊട്ടുള്ളൂ. ഇനിയിപ്പോൾ ഈ ന്യൂസ് പേപ്പറിൻ്റെ മഷി എങ്ങാനും അതിലായാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അതിൻ്റെ മേലെ ചെറിയൊരു ഇല വെച്ച് കൊടുത്തത്. ന്യൂസ് പേപ്പറിൻ്റെ മഷി വിഷമാണ്, എല്ലാവർക്കും അറിയണത് തന്നെയാണ്. അപ്പം അതിന് അതിൽ പെടണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാട്ടോ. അങ്ങനെ ചോറൊക്കെ ഞാൻ പൊതിഞ്ഞ് 3 ഇതേപോലെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ 1 പൊതിഞ്ഞതേ കാണിച്ചിട്ടുള്ളൂ. ഒക്കെ കൂടെ ആകുമ്പോഴേ വീഡിയോ ലെങ്ത്ത് കൂടുതലാവും. അപ്പം ഒക്കെ പൊതിഞ്ഞിട്ടോ. അതേപോലെ തന്നെ ഇനിയിപ്പോൾ കറി ഞാൻ ഈ ഒരു ബോട്ടിലാക്കിയിട്ടാണ് കൊടുക്കുന്നത്. കറിയൊക്കെ നല്ലോണം ചൂടാറിക്കണം കേട്ടോ. ഈ ഒരു സമയമായപ്പോഴത്തേന് ചൂടുള്ള കറിയാണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിലും പ്ലാസ്റ്റിക്കിൽ ഇങ്ങനെ ഫുഡ് ഐറ്റംസ് ഒന്നും ഇടുന്നത് നല്ലതൊന്നുമല്ല. പക്ഷെ നമ്മൾ ഇതേപോലെ കുടുങ്ങുമ്പോഴൊക്കെ ചെയ്യും. അങ്ങനെ കറിയൊക്കെ ഞാൻ പാത്രത്തിലേക്ക് ആക്കി. അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ. പിന്നെ റിച്ചുമ വന്നിട്ടുണ്ടായിന്. അപ്പോൾ അവൻ്റെ കയ്യിൽ കൊടുത്തു. അപ്പോൾ ഓനത് കൊടുക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഞാനും പിന്നെ ചോറൊക്കെ വിളമ്പി കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചോറ് കഴിക്കാൻ സമയമൊന്നും ആയിട്ടില്ല. എനിക്കും ഭയങ്കര വിശപ്പ് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് ചോറെടുത്ത് കുറച്ച് സാമ്പാറൊക്കെ എടുത്തുകൊണ്ട് നമ്മളെ ഉപ്പേരിയും അതേപോലെ തന്നെ മീൻ ഫ്രൈ ചെയ്തത് ഒരു കഷ്ണമൊക്കെ എടുത്ത് ഞാനും ചോറ് കഴിക്കുകയാണ് കേട്ടോ. ഒരു 11:45 കേട്ടോ. നമുക്ക് എന്താ പറയുക, കുറേ തുണികളൊക്കെ അലക്കാനൊക്കെ ഉണ്ടാകുമ്പോഴേ അലക്കലൊക്കെ കഴിയുമ്പോഴത്തേന് നമ്മളിങ്ങോട്ട് കുഴങ്ങുമല്ലോ. അതേപോലെ ഒന്ന് നല്ലോണം കുഴങ്ങിക്കണം കേട്ടോ. കർട്ടണൊക്കെ അലക്കി ബ്ലാങ്കറ്റൊക്കെ അലക്കിയിട്ടിട്ടുണ്ട്. 2 ബ്ലാങ്കറ്റും അലക്കി 2 റൂമത്തെ ബെഡ്ഷീറ്റും അതൊക്കെ അലക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു കർട്ടണും അതേപോലെ തന്നെ നല്ല വെയിറ്റാണ്. അപ്പോൾ അതൊക്കെ അലക്കിയപ്പോൾ കുഴങ്ങിനെ. അപ്പോൾ പിന്നെ വേഗം ചോറൊക്കെ അങ്ങനെ ചോറൊക്കെ വന്നപ്പോഴത്തേന് ഇതിത്തെ വെള്ളമൊക്കെ ചോർന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അയലൊക്കെ കെട്ടിട്ടോ മുറ്റത്ത്. പക്ഷേ ഇതും ഒരു പണിയായിട്ടോ. പണി അയച്ചാൽ അയലുമ്മക്ക് നമ്മളിത് കർട്ടനാണ് ഇടുന്നോട് കൂടിയിട്ട് അയലിങ്ങനെ താകും. അപ്പോൾ നിലത്ത് മുട്ടി നിൽക്കുമല്ലോ. എന്നിട്ട് പിന്നെ അത് കഴിച്ചിട്ട് പിന്നെ വേറെ അയൽ കെട്ടി. അങ്ങനെ തന്നെ ഒരു പണി കഴിഞ്ഞിട്ടെന്ന്. പിന്നെ അയൽ ഇവിടുന്ന് കഴിച്ചാൽ പിന്നെ അപ്പുറത്ത് പോയി കെട്ടുക, പിന്നെ അവിടുന്ന് കഴിക്കുക, അപ്പുറത്ത് കെട്ടുക. അങ്ങനെ എന്തായാലും അയലൊക്കെ കെട്ടി പിന്നെ ലാസ്റ്റ് ഒക്കെ റെഡിയായി. പിന്നെ കർട്ടനൊക്കെ തോരട്ട് അങ്ങനെ അലക്കൽ പരിപാടി അവിടെ കഴിഞ്ഞു. ഇനിയിപ്പം റൂമൊക്കെ മാറാലൊക്കെ തട്ടണം. അതേപോലെ ജനലും കമ്പിയും ഒക്കെ തുടക്കണം. അപ്പോൾ കർട്ടനൊക്കെ അയലിൽ വിരിച്ചിട്ടപ്പോൾ പിന്നെ ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും ഒന്നും ഇടാൻ സ്ഥലമല്ല കേട്ടോ. പിന്നെ അപ്പുറത്തെ വീട്ടിലത്തെ അയലുമ്മൽ കൊണ്ടുപോയിട്ടേക്കാണ് അതൊക്കെ. പിന്നെ വേഗം വന്നിട്ട് മാറാലൊക്കെ തട്ടിയെടുക്കുകയാണ്. കുറച്ച് മാറാലൊക്കെ മഞ്ജുമോള് തട്ടിയിരിക്കണം. എന്നാലും അരുവിലൊക്കെ അവിടെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ ഉണ്ട് ഒരു കാണാത്തതൊക്കെ. അപ്പോൾ അതൊക്കെ ഞാനും തട്ടിയെടുത്ത്. ഇത് നമ്മൾ ഗ്രോസ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയതേന് കേട്ടോ ഈ ഒരു മാറാല തട്ടണ വടി. ഇതുകൊണ്ടേ എത്ര ചെറിയ പൊടി ഉണ്ടെങ്കിലും തട്ടി കഴിഞ്ഞാൽ പൊടിയൊക്കെ പോരും കേട്ടോ. നല്ല വൃത്തിയായിട്ട് കിട്ടും. പിന്നെ നമ്മളെ ഫാനിൻ്റെ ലീഫൊക്കെ തുടക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അതിങ്ങനെ വളച്ചു കൊടുത്തിട്ട് ആ ലീഫ് ഇതേപോലെ പിന്നെ ഇതൊഴിച്ചിട്ട് ഇങ്ങനെ തുടക്കുകയാണെന്നുണ്ടെങ്കിൽ പൊടിയും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് പോരും. പകട്ടെ അതുപോലെ തന്നെയാണ് റാക്കിൻ്റെ മേലുള്ള പൊടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തട്ടാനും നല്ല ഈസിയാണ് കേട്ടോ. അതുകൊണ്ട് നല്ലോണം പൊടിയും കാര്യങ്ങളൊക്കെ പോരും. ഇപ്പോൾ ബെഡ്റൂമത്തെ റാക്കുമ്പോഴൊന്നും ഞാൻ അങ്ങനെ ഒന്നും ഇടലില്ല കേട്ടോ. നമുക്ക് കച്ചറിയും കാര്യങ്ങളൊന്നും അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ കുട്ടികളെ പുസ്തകമൊക്കെ വെക്കണ ഒരു റൂമുണ്ട്. ആ റൂമത്തെ റാക്കുമ്പോൾ പിന്നെ പെട്ടിയിലാക്കിയിട്ട് കുട്ടികളെ പഴയ പുസ്തകങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ അവിടെ വെക്കലുണ്ട്. ബെഡ്റൂമിലൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ആ റൂമിലുള്ള മാറാലയും കാര്യങ്ങളൊക്കെ തട്ടി പൊടിയൊക്കെ തട്ടൽ കഴിഞ്ഞ് പിന്നെ കട്ടിലിൻ്റെ താഴെ ഉണ്ടാവും മാറാല. അത് നമ്മൾ ശ്രദ്ധിക്കില്ല. ഇങ്ങനത്തെ ഒരു നനച്ചുള്ളിയൊന്നും വർഷത്തിലൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ കട്ടിലൊന്നും ഇതേപോലെ എടുത്ത് പൊന്തിച്ചില്ല.
ഇങ്ങനെ നമ്മൾ പൊടിയൊന്നും വല്ലാതെ തട്ടണോലും ഉണ്ടാവും കേട്ടോ, നല്ല നീറ്റായിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ടാവും. എൻ്റെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്, ഞാൻ അങ്ങനെ ബെഡൊക്കെ എടുത്തുകൊണ്ട് ഈ കട്ടിലൊന്നും ഇങ്ങനെ മറിച്ചിട്ടിട്ടൊന്നും അങ്ങനെ എപ്പോഴൊന്നും ചെയ്യലില്ല കേട്ടോ. പിന്നെ പൊടിയൊന്നും തട്ടലൊന്നുമില്ല. ഇതൊക്കെ എപ്പോഴേലും ചെയ്യണ കാര്യമാണ്. അതോടെ തന്നെ ഇഷ്ടംപോലെ പൊടിയുണ്ട് കേട്ടോ. മാറാലിൻ പൊടിയൊക്കെ നല്ലോണം ഉണ്ട് കട്ടിലിൻ്റെ താഴെയൊക്കെ. അപ്പോൾ അതൊക്കെ തട്ടി, അതേപോലെ അലമാരിയും തന്നെ അലമാരയൊക്കെ നീക്കി അലമാരിൻ്റെ താഴെ ഭാഗമുള്ള എടുത്തത്തെ പൊടിയും മേലത്തെ പൊടിയും ഒക്കെ തട്ടിയിട്ടുണ്ട്. പിന്നെ ആകെ ഒന്ന് അടിച്ചു വാരിയിട്ട് ആ പൊടിയൊക്കെ വേഗം അടിച്ചു വാരിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കൂടി ആയിക്കഴിഞ്ഞാൽ ആകെ ചെളിയേക്കാരം. പിന്നെ അതാ ജനലൊക്കെ ആദ്യം ഒന്ന് വെള്ളം നനച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമുക്ക് ലിക്വിഡൊക്കെ ഉപയോഗിച്ചിട്ട് നല്ലോണം ഉരച്ച് തേച്ച് കഴുകുക. ഓസ് ഉണ്ടാകുമ്പോൾ നല്ല സുഖമാണ്. ഇതേപോലെ വെള്ളം അടിച്ചു കൊടുത്താൽ അകത്തൊക്കെ വെള്ളമാവും കേട്ടോ, എന്നാലും കുഴപ്പമൊന്നുമില്ല, അകത്തൊന്നും ഇല്ലല്ലോ. പിന്നെ കട്ടിൽ മാത്രമല്ലേ ഉള്ളൂ, കട്ടിലും അലമാരിയും മാത്രമേ ഉള്ളൂ. ബെഡൊക്കെ നമ്മൾ ഒഴിവാക്കിയില്ലേ, പുറത്ത് കൊണ്ടുപോയിട്ടില്ലേ. ഈ ജനലൊക്കെ കഴുകണമെങ്കിൽ ഇങ്ങനെ തന്നെ വെള്ളം അടിച്ച് കഴുകണം കേട്ടോ, അല്ലാതെ തുണി കഷ്ണം എടുത്ത് തുടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നല്ല ഹൈറ്റാണ്. പിന്നെ അതേപോലെ ആ സൺസൈഡുമ്പോൾ കൂടെയൊക്കെ ഇറങ്ങി പോകണം, ആ ഭാഗമൊക്കെ കഴുകണം എന്നുണ്ടെങ്കിൽ, തുടക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അതിലേറെ സുഖം ഇതേപോലെ ഓസ് പിടിച്ചിട്ട് ഇങ്ങനെ കഴുകണം. അകത്തൊക്കെ കുറച്ച് വെള്ളമാവും, അതൊക്കെ നമ്മൾ തുടച്ച് മാറ്റിയാൽ മതി. ഇത് റിസ്ക് എടുക്കണ്ടല്ലോ. പിന്നെ നമ്മൾ വാക്കുവാക്കൊക്കെ ഉള്ള ടൈമിലാണെങ്കിൽ ഒരു സൺസൈഡുമ്പോൾ കൂടെ പോയിട്ട് ജനലിൻ്റെ അപ്പുറം അങ്ങേ ഭാഗമൊക്കെ തുടച്ച് തരും. അപ്പോൾ പിന്നെ വലിയ റിസ്ക് ഉണ്ടാവില്ല നമുക്ക്. ഇതിപ്പോൾ ഞാൻ അതിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പം വീണ് കയ്യും കാലൊക്കെ മുറിയലേക്കാരും. അപ്പോൾ ഞാൻ അതേപോലെ അകത്തുനിന്ന് ഇങ്ങനെ വെള്ളം അടിച്ചിട്ടാണ് കേട്ടോ ഒക്കെ കഴുകണത്. പിന്നെ നമ്മൾ ബെഡ്റൂമത്തെ പിന്നെ ചുമരൊക്കെ ആകെ വൃത്തിയായിക്കണം കേട്ടോ. അത് നമ്മളിപ്പോൾ ഈ വീട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു 6 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അന്ന് വൈറ്റ് സിമെൻറ്റ് അടിക്കൂലേ, അങ്ങനെ വൈറ്റ് സിമെൻറ്റ് അടിച്ചതാണ് കേട്ടോ അന്ന്. പിന്നെ പെയിൻറ്റൊന്നും നമ്മൾ അടിച്ചിട്ടില്ല. അതേപോലെ തന്നെ ജനലിൻ്റെ കമ്പിക്കൊന്നും പിന്നെ നമ്മൾ പെയിൻറ്റൊന്നും അടിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വൃത്തികേടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാലും ഞാൻ ചുമരൊക്കെ നല്ലോണം ഒന്ന് നനച്ച് തുടച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത റമളാൻ ആകുമ്പോഴത്തേന് നമുക്ക് വൈറ്റ് വാഷൊക്കെ ചെയ്യണം. അങ്ങനെ ഉണ്ട് കേട്ടോ മനസ്സിൽ. നടക്കുമല്ലേന്നൊന്നും അറിയില്ല. ഇൻഷാ അല്ലാഹ് നടക്കുമെന്ന് വിചാരിക്കാം. ഞാൻ എപ്പോഴും അങ്ങനെ പോസിറ്റീവായിട്ടാട്ടോ ചിന്തിക്കൽ. നെഗറ്റീവായിട്ട് അധികം ചിന്തിക്കലില്ല, പോസിറ്റീവായിട്ട് തന്നെയാണ് ചിന്തിക്കൽ. അപ്പം കുറേ കഴിയുമ്പോൾ അതാണ് നടക്കുകയും ചെയ്യും, എങ്ങനെയൊക്കെ ആയിട്ട് റെഡിയായി കിട്ടും. എല്ലാവരും അങ്ങനെ തന്നെ ചിന്തിക്കുക, നെഗറ്റീവ് ഭാഗം ഒഴിവാക്കിയിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അപ്പോൾ ഒക്കെ നടക്കും. അപ്പോൾ ഇതാ ഈ ഒരു റൂം നമ്മളത് ക്ലീൻ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ എന്താ ജനലൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് കഴുകിയിട്ടുണ്ട്. മക്കളും കൂടിയിട്ടുണ്ടായിന് കേട്ടോ. ഫാനൊക്കെ തുടച്ച്, അതേപോലെ തന്നെ അലമാരിയും കട്ടിലൊക്കെ തുടച്ചിട്ടുണ്ട്. പിന്നെ അലമാരിൻ്റെ ഉള്ളിൽ കുറച്ച് തുണികളുണ്ട്, അതിന് പിന്നെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. അതിനിപ്പോൾ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഈ ഒരു റൂമത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതേപോലെ തന്നെ മറ്റേ റൂമത്തും കഴിഞ്ഞു. പിന്നെ ഇതൊക്കെ എല്ലാവരും ചെയ്യണത് തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ ഒരുപാട് വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. വീഡിയോ എടുത്ത് നിന്നാലേ അതിന് തന്നെ ടൈം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാ ഈ ഒരു റൂമത്തെ ബെഡും ഒക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. കട്ടിലൊക്കെ നല്ലോണം തുടച്ചിട്ടുണ്ടായിന് കേട്ടോ, വൃത്തിയാക്കിയിട്ടുണ്ടായിന്. അതേപോലെ തന്നെ കർട്ടണൊക്കെ ഉണങ്ങിയപ്പോൾ വൈകുന്നേരം കൊണ്ടുവന്ന് ഇട്ടതാണ് കേട്ടോ. ചുമര് നോക്കണ്ട കേട്ടോ, ചുമര് ഞാൻ പറഞ്ഞില്ല ഒക്കെ വൃത്തികേടാണ്. എന്നാലും ഞാൻ വെള്ളം നനച്ച് നല്ലോണം തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അങ്ങനെ 2 ബെഡ്റൂം ക്ലീൻ ചെയ്യൽ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഇൻഷാ അല്ലാഹ് പിന്നെ ചെയ്യണം.